40 വർഷമായുള്ള ഇഫ്താർ രുചി. ഈത്തപ്പഴ പെരുമയുമായി വെളിയങ്കോട് അയ്യോട്ടിച്ചിറ നന്മ സ്റ്റോറിലെ മൊയ്തീൻകുട്ടി. റംസാൻ വിപണി സജീവമാക്കിക്കൊണ്ട് പലതരം വിഭവങ്ങൾ മാർക്കറ്റുകളിൽ എത്തിത്തുടങ്ങി. അതിലൊന്നാണ് ഈത്തപ്പഴം. പണ്ട് കാരക്കയ്ക്കുണ്ടായിരുന്ന സ്ഥാനമാണ് ഇപ്പോൾ ഇഫ്താറിൽ ഈത്തപ്പഴത്തിനുള്ളത്. മാർക്കറ്റുകൾ കീഴടക്കാൻ സൗദി, ഇറാൻ, ഇറാഖ്, ഒമാൻ, അൾജീരിയ, UAE, ജോർദാൻ, ടുണീഷ്യ തുടങ്ങിയ 10ലേറെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഈത്തപ്പഴങ്ങളാണ് വിപണിയിൽ സജീവമായിരിക്കുന്നത്. 40 വർഷത്തെ ഈത്തപ്പഴ വിപണിയുടെ പെരുമയുമായി റംസാൻ സ്പെഷ്യൽ ഓഫർ നൽകിക്കൊണ്ട് വെളിയങ്കോട് അയ്യോട്ടിച്ചിറയിലെ നന്മ സ്റ്റോർ ഉടമ മൊയ്തീൻകുട്ടി ഈത്തപ്പഴം കിലോയ്ക്ക് 1400 രൂപയ്ക്കാണ് നൽകുന്നത്. 1600 രൂപ കിലോയ്ക്ക് വില വരുന്നിടത്താണ് ഈ കുറവ്. സുഗ്രി, ബറാറി, അൾജീരിയ എന്നീ ഈത്തപ്പഴങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും. സുഗ്രി 360, കിലോയ്ക്ക് 150 രൂപ മുതൽ 170 വരെയുള്ള ബറാറി ഈന്തപ്പഴമാണ് സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ കൂടുതലായും വാങ്ങുന്നത്. കിലോയ്ക്ക് 130 രൂപ മുതൽ 2400 രൂപ വില വരെയുള്ള ഈത്തപ്പഴങ്ങളാണ് വിപണിയിലുള്ളത്. ഈത്തപ്പഴങ്ങളുടെ രാജാവ് അജ്വ മുതൽ ജോർദാനിൽ നിന്നുള്ള മെഡ്ജോൾ വരെ വിപണിയിൽ എത്തിയിട്ടുണ്ട്. അജ്വ കിലോയ്ക്ക് 2200 രൂപ മുതൽ 2400 രൂപ വരെയാണ് വില. കാഴ്ചയിലും വലിപ്പത്തിലും മെഡ്ജോൾ തന്നെയാണ് താരം. ഞാനിവിടെ ശരിക്കും ഈത്തപ്പഴ കച്ചവടം തുടങ്ങിയിട്ട് 40ഓളം വർഷമായി. വന്നപ്പോൾ കുറേ ചെറിയ ഒരു കച്ചവടമായിട്ട് ഇങ്ങനെ പോയിരുന്നു. പിന്നെ കൂടി അങ്ങനെ എല്ലാ ഭാഗത്തും കുറേശ്ശെ എത്തിക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും വില കുറച്ച് വിൽക്കാനുള്ള ഒരു ഉദ്ദേശമാണ്. കാരണം പൈസ ഇല്ലാത്തവർക്കും ഈത്തപ്പഴം വാങ്ങണം. അപ്പോൾ 2400, 2200, 2000 വിൽക്കണ പഴം നമ്മൾ 1400 വിൽക്കണത്. അതിൻ്റെ മെഡിജോൾ അതിൻ്റെ പേര്. അത് പല സ്ഥലത്തും വരുന്നുണ്ട്. സൗദി അറേബ്യയാണ് ഏറ്റവും നല്ലത്. പിന്നെ മബറൂമാണ് രണ്ടാമത്തേത്. അജ്വ ഉണ്ട്. അജ്വ നല്ല പേരിൽ അജ്വയാണ് നല്ലത്. പക്ഷെ അജ്വക്ക് ഇപ്പോൾ കിലോ 700 പേര് കൊടുക്കാൻ പറ്റും. മാർക്കറ്റിലൊക്കെ കൂടുതൽ മേടിക്കുന്നത്. പിന്നെ അമ്പർ, സുക്കിരി, ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് തുനീഷ്യയുടെ, അൽജിയയുടെ ഉണ്ട്. അത് സുക്കിരി, അതാണ് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത്. പിന്നെ മറ്റുള്ളതും പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാഫൊക്കെ കട്ടക്ക് നിൽക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളെ ഒപ്പമുള്ള കാരണം പ്രയാസമില്ല. പിന്നെ പാക്കറ്റായിട്ട് കിറ്റിലേക്ക് കൊടുക്കാറുള്ളത് കടക്കാർക്കും എല്ലാവർക്കും പാക്കറ്റായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കും. അതാണ് കൂടുതൽ നമ്മൾ. അത് നല്ല അധ്വാനമുണ്ട്. പാക്ക് ചെയ്ത് വരുമ്പോൾ 500-1000 പാക്കറ്റൊക്കെ പറഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ചിലവുണ്ട്. പക്ഷെ നമ്മൾ പരമാവധി അഡ്ജസ്റ്റാണ് ഇങ്ങനെ പാക്കറ്റൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഈ മോനാണ് ഇപ്പോൾ കാര്യമായിട്ട് നോക്കാറുള്ളത്. ഫസലുമാണ് കടലൊക്കെ സാധനം സെയിൽ ചെയ്യേണ്ട കുറച്ചൊക്കെ. അപ്പൊ അതുണ്ട്. ജോസ്കോ ചാവക്കാട് സ്വർണ്ണ വജ്രാഭരണങ്ങളുടെ ഏറ്റവും പുതിയ ശേഖരം. വെഡിംഗ് പർച്ചേസുകൾക്ക് ഹോൾസെയിൽ റേറ്റ്. ജോസ്കോ ജ്വല്ലേഴ്സ്, മെയിൻ റോഡ്, ചാവക്കാട്.